ഹലോ മച്ചാന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അതുൽ രാജ്. റൈറ്റിംഗ് ഡയറക്ടറുമായി മദൻ, അഭിഷാൻ ജീവന്ത്, അനശ്വര രാജൻ കൂട്ടുകെട്ടി പറഞ്ഞ വിത്ത് ലവ് എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. വീട്ടിലായിട്ട് പോവാ. ഈ സിനിമയെ കുറിച്ച് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് അത്യന്തം നിരാശാപരമായിട്ടുള്ള കാര്യമാണ് ആദ്യം തന്നെ പറയാനുള്ളത്. വേറൊന്നുമല്ല, ഞങ്ങളുടെ ഏരിയ ചേർത്തല ഏരിയയാണ്. അവിടെ 3 തിയേറ്റർ ആണുള്ളത്. അവിടെ മൂന്നിലും പടം മൂന്നിലല്ല, ഒരു തിയേറ്റർ ഉണ്ട്. അത് തൊട്ടടുത്തുള്ള EVM തിയേറ്ററിലാണ്. ബാക്കി 2 തിയേറ്ററിലും പടമില്ല. പിന്നെ ഉള്ളത് ആലപ്പുഴ അല്ലെങ്കിൽ എറണാകുളത്തും ഫോറമാളും അങ്ങോട്ടുള്ള തിയേറ്ററിലൊക്കെയാണ്. പിന്നെ ഈ അതായത് EVM തിയേറ്ററിൽ ഞാൻ പടം കാണാൻ പോയപ്പോ പടം കാണാൻ ഓഡിയൻസ് ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പടത്തിന് ഇത്ര നല്ല ഹെവി പോസിറ്റീവ് റിവ്യൂവും കാര്യങ്ങളും വന്നപ്പോ ഞാൻ ഓർത്ത് ബുക്ക് ചെയ്തേക്കാം. ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോ ഓൾറെഡി എല്ലാവരും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനടുത്ത് അവിടെ പോയി എടുക്കാം. ബുക്ക് ചെയ്യുമ്പോ ബുക്കിംഗ് ചാർജ് ഇത്തിരി എമൗണ്ട് കൂടുമല്ല. നേരെ എന്തായാലും അവിടെ പോയി എടുക്കാം. എന്തായാലും കാണാനുള്ള ഓഡിയൻസ് കാണുന്ന വെച്ചാൽ അവിടെ ചെന്നപ്പോ ആരുമില്ല, ഞാൻ മാത്രം. ഈ ഒരു പടം കാണാൻ ഞാൻ മാത്രമല്ല അവസാനം. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനോർത്ത് ഇനി അവസാനം അതിന്റെ 6 മണിക്ക് 6:15 ഒരു ഷോ ഉണ്ട് ഈ പടത്തിന്. അപ്പൊ എന്തായാലും അന്നേരം പോയി കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്ന് പിന്നെ റിപ്പീറ്റ്. അന്നേരം ആളില്ല വേറെ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ പിറ്റേ ദിവസം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. വർക്കിന് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഞായറാഴ്ച പോകാന്ന് പറഞ്ഞു. ഞായറാഴ്ച ആകുമ്പോ കുറച്ച് ഓഡിയൻസ് കാണുമില്ല. അവര് മൈൻഡിലാണ് ഞാൻ പോയത്. ഞായറാഴ്ച ചെന്നപ്പോ ഞായറാഴ്ച ഇല്ല ആള്. പിന്നെ ഒരു രക്ഷയില്ല. നേരെ അടുത്തുള്ള തിയേറ്റർ എന്ന് വെച്ചാൽ ഇനി ആ പടം ഓടിക്കുന്ന അടുത്തുള്ള തിയേറ്റർ എന്ന് വെച്ചാൽ ഇനി ഫോറം മാളാണുള്ളത്. പിന്നെ ഇത്രയും പറ്റിയുള്ള പിന്നെ ആലപ്പുഴയിൽ ഇച്ചിരി ലോങ് ആണെന്ന് തോന്നുന്നു. 52 കിലോമീറ്റർ മുകളിൽ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് ആലപ്പുഴയിലത്. ഇപ്പൊ ഇച്ചിരി എനിക്ക് ബഡ്ജറ്റ് ഇത്തിരി ഷോകായോണ്ട് കാര്യം കൊണ്ടാണ് ഈ കിലോമീറ്ററിന്റെ കാര്യം എല്ലായിടത്തും പറയണ കേട്ടാ. ബഡ്ജറ്റ് ഷോകാണ്, അതുകൊണ്ട് അവസ്ഥയാണ്. അപ്പൊ പടം കാണാനുള്ള ഒരു ആഗ്രഹം മൂത്ത് പിന്നെ ഞാൻ അങ്ങനെ വരും. കുഴപ്പമില്ല, കടം മേടിച്ചാലും പോയ ഒരു മൈൻഡ് ഞാൻ നേരെ പോയി ഫോറമാളിൽ പോയി പടം കണ്ട്. എന്ത് കിടിലം പടം! ഈ പടത്തിന് എന്തുകൊണ്ട് ഇവിടെ ഓഡിയൻസ് ഇല്ലാത്ത ഞാൻ ശരിക്കും എനിക്ക് തോന്നണ ഇനി OTT വരുമ്പോഴായിരിക്കും ചിലപ്പോ ചില പടങ്ങളൊക്കെ OTT വരുമ്പോഴാണല്ലോ കൂടുതൽ ആളുകളിലേക്ക് എത്തുക, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അറിയപ്പെടുക തുടങ്ങുക. അപ്പൊ ആ രീതിയിലേക്ക് പോകുന്ന ഇനി OTT കഴിഞ്ഞിട്ടായിരിക്കും തോന്നുന്നത്. എന്നാലും ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. നമ്മുടെ ഏരിയയിൽ ഈ പടം റിലീസായപ്പോ ഞാൻ ഓർത്ത് പോയി കണ്ടിട്ട് അപ്പൊ തന്നെ റിവ്യൂ ഇടാന്നൊക്കെ മൈൻഡിലാ പോയത്. പക്ഷെ എനിക്ക് അന്ന് ഇറങ്ങി അന്ന് തന്നെ പോയി കണ്ട് റിവ്യൂ ഇടാൻ പറ്റില്ല. ഇറങ്ങി അന്ന് ആളില്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ ഇത്രയും ഡിലേ വരില്ല. അത് ഞാൻ നേരത്തെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് പടം കണ്ടിട്ട് ഇനി റിവ്യൂ പറഞ്ഞാൽ മതി എന്നുള്ള മട്ടി ഞാൻ പോയതാണ് കഴിച്ചത്. എന്നാ എനിക്ക് അത്ര സങ്കടം വന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഞാനും കുഴപ്പമില്ല. എനിക്ക് ഇത് നിസ്സാര കാര്യമാണ്. മിക്കപ്പോഴും ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്ന പടമില്ല വരുമ്പോ നേരെ അടുത്തുള്ള അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളത് അവിടെ പോയി തേടി പിടിച്ച് പോയി കാണാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ കാര്യമില്ല. പക്ഷെ എന്നാൽ ഇത്ര നല്ലൊരു പടമായിട്ട് ഇവിടെ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ ആ പടം കാണാൻ ഇത്ര ആൾക്കാരില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ആദ്യം തന്നെ പറയാനുള്ളത് അഭിഷൻ ജീവൻ എന്ന് പറയുന്ന നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലിയുടെ ഡയറക്ടറാണ് ഈ സിനിമയിലെ നായകനായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് കുഞ്ഞുമച്ചാനെ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. പുള്ളിയുടെ അഭിനയം കണ്ടു തന്നെ പുള്ളിയുടെ ഒരു ഫാനായിപ്പോ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ആ പടം കണ്ടു കഴിഞ്ഞപ്പോ എന്ന് വെച്ചാൽ പുള്ളിയുടെ ഫസ്റ്റ് പടം ടൂറിസ്റ്റ് ഫാമിലി, അത് ഡയറക്ഷൻ ആണ് പുള്ളിയെ പടത്തിൽ ചെയ്തത്. അതിന്റെ ചെറിയൊരു റോളും പുള്ളി അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള അടുത്ത മൂവി വെച്ചാൽ ഇതാണ് ഈ വിത്ത് ലവ് ആണ് പുള്ളിയുടെ സെക്കൻഡ് മൂവി എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ഡയറക്ടർ അല്ല, ആക്ടറാണ്. ആക്ടറായിട്ട് വന്നിട്ട് തകർത്ത് അഭിനയിച്ചിട്ട് പോയെന്ന് തന്നെ പറഞ്ഞാൽ മതി. അത് പിന്നെ അനശ്വര രാജൻ ഒരു രക്ഷയില്ല. അനശ്വര രാജന്റെ മോസ്റ്റ് ഏറ്റവും ഞാൻ കണ്ടതില് പുള്ളിക്കാരത്തെ ഞാൻ കണ്ടതില് ഏറ്റവും ബെസ്റ്റ് മൂവി, അത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഫേവറേറ്റ് മൂവി എന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഇതേ പറയുള്ളൂ. ഇത് തന്നെ എനിക്ക് ഞാൻ ഈ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് അനശ്വര രാജന്റെ മൂവി എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ പടം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക്. നമ്മള് പലരുടെ ലൈഫിൽ, അതായത് നമ്മുടെ പഠിത്ത കാലഘട്ടവും അല്ലെങ്കിൽ കോളേജ് കാലഘട്ടവും ഒക്കെ ചിലപ്പോൾ പറയാതെ പോയ പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പോ പല ഭയവും കാര്യങ്ങളൊക്കെ കാരണം, അല്ലെങ്കിൽ അയാൾ ഏത് രീതിയിൽ എടുക്കും, അയാൾ ഇനി നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അത് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും, അങ്ങനെയൊക്കെ അവർക്ക് നമ്മൾ പലരും പറയാണ്ട് പോകുന്ന ടൈപ്പ് പ്രണയമുണ്ട്. അതേ മറിച്ച് മറ്റെന്ത് വേണേലും നടന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് അവളോട് ഇഷ്ടം, അവളോട് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള മൈൻഡ് വെച്ചിട്ട് ഞാൻ അവളോട് പറയുകയും പിന്നെ അത് മുമ്പോട്ടൊരു റിലേഷൻഷിപ്പായിട്ട് മുമ്പോട്ട് പോയ കല്യാണം അങ്ങനെയൊക്കെ ആയിട്ട് പോവുകയും ചെയ്യുന്ന വേറെ ടൈപ്പ് ആൾക്കാരെ നമ്മുടെ
നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതേ ടൈപ്പിലുള്ള ഒരു വ്യത്യസ്തമായ കഥ അവതരിപ്പിക്കുന്ന ഒരു മൂവിയാണ് വിത്ത് ലവ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവമാണ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഓവറായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ അനശ്വര രാജൻ, അഭിഷൻ ഇവർ രണ്ട് തമ്മിലുള്ള കോമ്പിനേഷൻ ആണ്. ഒരു രക്ഷയില്ല. നല്ല കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ മുമ്പാട്ട് പോകുന്ന ഒരു ചെറിയൊരു കഥയാണ്. പക്ഷെ എന്നാലും നമുക്ക് കണ്ടിരിക്കുമ്പോൾ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര നമുക്ക് ഒരു നല്ലൊരു ഫീല് തന്നെ രീതിയിലാണ് ഈ പടം തന്നെ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പടത്തെ പറ്റി ഇനി ഓവറായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പടത്തിന് അത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റിനെ ബാധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഥയിലായിട്ട് കടന്നു പോകും. പ്രണയം ഉള്ളവർക്കും പ്രണയം തുറന്നു പറയാൻ പോകുന്നവർക്കും പ്രണയത്തോട് കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ഇപ്പോഴും ആ പ്രണയത്തോട് തന്നെ പോകുന്നവർക്കും ഒക്കെ നല്ല രീതി വർക്കാവുന്ന ടൈപ്പ് ഒരു ചെറിയൊരു മൂവിയാണിത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാൻ ഇനി ഓവറായിട്ട് പറഞ്ഞ് കൊളാക്കുന്നില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പടത്തിന്റെ കഥയിലായിട്ട് ഞാൻ ചിലപ്പോൾ പോകും. അപ്പൊ എല്ലാവരും പോയി മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പൊ ഓക്കെ.